മഴക്കാല ആരോഗ്യവും ആയുർവേദവും. പള്ളിച്ചൽ ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു. മഴക്കാലം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളെ അപേക്ഷിച്ച് അത്യുഷ്ണമായ ഒരു വേനൽക്കാലത്തിലൂടെയായിരുന്നു ഈ വർഷം നാം കടന്നുപോയത്. മഴക്കാലം ആരംഭിച്ചതോടെ തന്നെ മഴക്കാല രോഗങ്ങളും പകർച്ചപ്പനികളും അവയുടെ പ്രതിരോധ നടപടികളും സാമൂഹ്യ ആരോഗ്യ രംഗത്ത് സജീവമായി കഴിഞ്ഞു. ഇതോടൊപ്പം കർക്കിടക മാസം ആരംഭിച്ചതോടെ സ്വാഭാവികമായും കർക്കിടക ചികിത്സയും ഔഷധക്കഞ്ഞിക്കൂട്ടും മലയാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. മഴക്കാല രോഗങ്ങൾ, പകർച്ചപ്പനികൾ, പരിസര ശുചീകരണം, മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, കൊതുക് നിവാരണം തുടങ്ങിയ വിഷയങ്ങളിൽ ധാരാളം ബോധവൽക്കരണ പരിപാടികളും വിവിധ മേഖലകളെ ഏകോപിപ്പിച്ചുള്ള ആരോഗ്യ പ്രവർത്തനങ്ങളും വ്യാപകമായി നടന്നുവരുന്നു. ഇതോടൊപ്പം മുൻ വർഷങ്ങളേക്കാൾ കൂടുതലായി വ്യാപകമാകുന്ന ഡെങ്കിപ്പനി, മസ്തിഷ്കജ്വരം തുടങ്ങിയവയിലും ആരോഗ്യമേഖല കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു. നമുക്കറിയാം, ആയുർവേദം വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ്. പ്രകൃതിയും കാലവും ശരീരത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭ്യമായ ഔഷധങ്ങളും നമ്മുടെ തന്നെ ഭക്ഷണവും ദിനചര്യയും വഴി എങ്ങനെ നമുക്ക് അനുകൂലമാക്കി പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ് ആയുർവേദത്തിന്റെ പ്രതിപാദ്യ വിഷയം. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന് ആരോഗ്യ വിഷയത്തിൽ 2 സമീപനങ്ങളുണ്ട്: രോഗമില്ലാത്തവരുടെ ആരോഗ്യ സംരക്ഷണം, രോഗമുള്ളവരുടെ രോഗനിവാരണം. ഇതുകൂടാതെ ചിരകാലാനുബന്ധിയായ രോഗങ്ങൾ ഉള്ളവരുടെ വലിയ ഒരു സമൂഹം, അതായത് ക്രോണിക് ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്നിവയുള്ളവർക്ക് കൂടി നമുക്ക് കൃത്യമായ ചികിത്സ ചെയ്യേണ്ടതുണ്ട്. ഇവരുടെ ആരോഗ്യ സംരക്ഷണവും തീർച്ചയായും വളരെ പ്രധാനമാണ്. ഈ 3 വിഷയങ്ങളിലും കർക്കിടക ചികിത്സയിൽ എന്ന് മാത്രമല്ല ഏതു പ്രായത്തിലും ഏതു കാലാവസ്ഥയിലുമുള്ള ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യമർഹിക്കുന്നു. ആരോഗ്യം നമ്മുടെ ചുറ്റിലുമുള്ള ഭൂപ്രകൃതിയിലെ വ്യത്യാസത്തെ ഒഴിച്ചു നിർത്തിയാൽ 3 ഘടകങ്ങളായാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അവ ശരിയായ ആഹാരം, ശരിയായ ചര്യ അഥവാ ജീവിതശൈലി, ശരിയായ നിദ്ര അഥവാ ശരിയായ ഉറക്കം. ഇവ കൃത്യമാക്കിയാൽ രോഗാതുരത കുറയ്ക്കാൻ സാധിക്കും. അഥവാ ഇവയിൽ ഒന്നോ അതിലധികമോ ഘടകങ്ങൾ കുറച്ചു നീണ്ട കാലം തെറ്റായി ആചരിക്കുന്നത് നാം ഏത് രോഗാവസ്ഥയെടുത്താലും അതിന് പ്രധാന കാരണമായിരിക്കും. ഇത് കർക്കിടകത്തിലും മഴക്കാല രോഗങ്ങളിലും പ്രധാനമാണ്. മഴക്കാല രോഗങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ അവസരത്തിൽ മഴക്കാല രോഗങ്ങൾ, അതിനോടുള്ള ആയുർവേദത്തിന്റെ സമീപനം, അതിന്റെ വിശദാംശം ഒക്കെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സാംക്രമിക രോഗങ്ങളായ പകർച്ചപ്പനി, ഡെങ്കിപ്പനി തുടങ്ങി കൊതുക് വഴി പകരുന്ന രോഗങ്ങൾ, കൂടാതെ വയറിളക്കം, മഞ്ഞപ്പിത്തം, മസ്തിഷ്കജ്വരം എന്നിങ്ങനെ അനേകം രോഗങ്ങൾ മഴക്കാലത്ത് വ്യാപകമാകാറുണ്ട്. ഈ വർഷവും സ്ഥിതി വ്യത്യാസമല്ല. അതുകൊണ്ട് തന്നെ രോഗനിർണയവും ശരിയായ ചികിത്സയും ഒരുപോലെ പ്രാധാന്യമാണ്. അതേപോലെ ആരോഗ്യ സംരക്ഷണം, ആരോഗ്യകരമായ ഭക്ഷണരീതി, വ്യായാമം, ശരിയായ ജീവിതചര്യ, പരിസര ശുചീകരണം, ഖരദ്രവ മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനം, കൊതുക് നിവാരണം ഒക്കെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗം വ്യാപകമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഘടകങ്ങൾ തന്നെയാണിവ. ഇനി ആയുർവേദത്തിലേക്ക് വന്നാൽ, മനുഷ്യനല്ലെങ്കിൽ ഒരു വ്യക്തി ആരോഗ്യാവസ്ഥയിൽ നിന്ന് രോഗാവസ്ഥയിലേക്ക് പോകാനുള്ള 3 അടിസ്ഥാന കാരണങ്ങളിൽ ഒന്നായി പറയുന്നത് കാലം അഥവാ പരിണാമം എന്നതാണ്. നമ്മുടെ ചുറ്റുപാടുകൾക്ക് അഥവാ പ്രകൃതിക്കുണ്ടാകുന്ന വ്യത്യാസം ശരീരത്തിൽ രോഗങ്ങൾക്ക് അനുകൂലമായ അവസ്ഥ സൃഷ്ടിക്കുന്നു. കേരളത്തിലെ കാലാവസ്ഥകളുടെയും ഭൂപ്രകൃതിയുടെയും പ്രത്യേകതകൾ കാരണം കേരളത്തിന്റെ ആയുർവേദ പാരമ്പര്യവും ആരോഗ്യ സംരക്ഷണത്തിന്റെ രീതികളും വ്യത്യസ്തമാണ്. നീണ്ടുനിൽക്കുന്ന മഴക്കാലവും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളും ഉൾപ്പെടുന്ന കേരളം രോഗാതുരത ഏറ്റവും കൂടുതലായുള്ള ആനൂപദേശം എന്ന വിഭാഗത്തിൽ ആണ് ആയുർവേദ പ്രകാരം ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്തിന്റെ ആരംഭ സമയമായ കർക്കിടകത്തിൽ വേനൽ കഴിഞ്ഞ് ആദ്യ മഴയ്ക്ക് ശേഷമുള്ള സമയം, ഫസ്റ്റ് സ്പെൽ ഓഫ് മൺസൂൺ എന്നൊക്കെ നാം പറയുന്നവ, ഔഷധസേവ, ശരീരശുദ്ധിയാക്കൽ, തേച്ചുകുളി, വീടും പരിസരവും വൃത്തിയാക്കുക, ഔഷധധൂപനം ചെയ്യൽ ഇവയൊക്കെ പ്രധാനമാണ്. ഔഷധധൂപനത്തിന് ഇന്ന് അപരാജിത ധൂപചൂർണം, അഷ്ടഗന്ധചൂർണം അതുപോലെയുള്ള മരുന്നുകളൊക്കെ തന്നെ ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ആയുർവേദ ചികിത്സാലയങ്ങളിലും ലഭ്യമാണ്. ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി തന്നെ നാം മാറ്റിയിരിക്കേണ്ടതാണ്. നെരിപ്പോട് കത്തിക്കുന്നൊരു രീതി മുൻപേ ഉണ്ടായിരുന്നെങ്കിലും ഇന്നത് തൊഴുത്തുകളിൽ കന്നുകാലികൾക്ക് വേണ്ടി മാത്രമോ ആണ് ചെയ്തു പോരുന്നത്. അവയൊക്കെ നാം കൃത്യമായി പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് ഒട്ടനവധി രോഗങ്ങളെ തടയാനാവും. ഇതോടൊപ്പം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണക്രമവും സാമാന്യമായ വ്യായാമവും നിർബന്ധമാണ്.
ഈ കാലാവസ്ഥയിലേക്ക് അനുയോജ്യമായ ആയുർവേദം നിർദ്ദേശിക്കുന്ന ഭക്ഷണക്രമം എന്താണെന്നറിയാമോ? തീർച്ചയായും ഇത് രോഗമുള്ളവരിലും ഇല്ലാത്തവരിലും വിവിധ പ്രായത്തിലുള്ളവരിലും വ്യത്യാസപ്പെടും. സാമാന്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ക്രമം തെറ്റിയും സമയം തെറ്റിയുമുള്ള ഭക്ഷണം ഒഴിവാക്കണം. വിശപ്പിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക. മധുരപലഹാരങ്ങൾ, എരിവ് കൂടുതലുള്ള ഭക്ഷണം, തണുത്തതും തണുപ്പിച്ചതുമായ ഭക്ഷണം, ദഹനശേഷി കുറയ്ക്കുന്നവ, മിൽക്ക് ഷേക്ക് പോലെയുള്ളവ, കിഴങ്ങുവർഗ്ഗങ്ങൾ, രാത്രി വൈകിയുള്ള ഭക്ഷണം, അമിത ഭക്ഷണം ഇവ എത്രയും കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ തന്നെ ചെയ്യണം. ചെറിയ മത്സ്യങ്ങളും ഉപ്പു ചേർന്ന് ഉണങ്ങിയ മത്സ്യവും മിതമായി ഉപയോഗിക്കാം. നന്നായി പാകം ചെയ്ത് ചൂടുള്ള മാംസം ഉപയോഗിക്കാം. പച്ചക്കറി സൂപ്പ്, നെല്ലിക്ക, ചെറുപയർ, പരിപ്പുവർഗ്ഗങ്ങൾ ഇവയുടെ സൂപ്പ് ഇവ ഇന്ദുപ്പ് ചേർത്ത് ഉപയോഗിക്കാം. വെണ്ണ നന്നായി കടഞ്ഞുമാറ്റിയ മോര്, വെളുത്തുള്ളി ചതച്ചു ചേർത്ത് ഉപയോഗിക്കാം. ചുക്ക്, കൊത്തമല്ലി ഇവ ചേർത്ത് നന്നായി തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാണ് ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഏറ്റവും നല്ലത്. ശുദ്ധമായ തേൻ തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതുകൂടാതെ ഷഡംഗപാനീയ ചൂർണം ഒക്കെ നമുക്ക് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ആയുർവേദ ഹോസ്പിറ്റലുകളിലും ലഭ്യമാണ്. ഇവ സൗജന്യമായി തന്നെ കിട്ടുന്നതുമാണ്. ആരോഗ്യ സംരക്ഷണത്തിന് വളരെയേറെ സഹായിക്കുന്ന ഘടകങ്ങളാണ് നാം ഇതുവരെ പറഞ്ഞത്. നമുക്കറിയാം, സമൂഹത്തിൽ കൂടുതലായി കണ്ടുവരുന്ന ജീവിതശൈലീജന്യ രോഗങ്ങൾ, പലതരം അലർജികൾ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഈ കാലാവസ്ഥയിൽ കൂടുതലായി കണ്ടുവരുന്നു. സന്ധിഗത രോഗങ്ങൾ, പലതരം ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതത് രോഗങ്ങൾക്ക് അനുസൃതമായ ഔഷധസേവയും ശരീരശുദ്ധീകരണവും ആവശ്യമാണ്. ഇത് പൂർണ്ണമായും വൈദ്യനിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. പ്രത്യേകിച്ച് വാതരോഗങ്ങളുള്ളവർക്ക് തീർച്ചയായും വൈദ്യനിർദ്ദേശപ്രകാരമുള്ള പഞ്ചകർമ്മ ചികിത്സയാണ് ആവശ്യം. ഇതിന് മറ്റൊരു കാരണം, ഈ കാലാവസ്ഥയിൽ ഇത്തരം രോഗികൾക്ക് രോഗാവസ്ഥ മോശമാകുന്നതായി നാം കാണാറുണ്ട്. അതിനാൽ തന്നെ അവർക്ക് അത് അത്യാവശ്യമായി വരുന്നു. ശരിയായ ഭക്ഷണമാണ് ശരിയായ ഔഷധം. ശരിയായ അന്നം ശരിയായ ആരോഗ്യം നൽകുന്നു. പൂർണ്ണ ആരോഗ്യം തന്നെയാണ് ശക്തമായ രോഗപ്രതിരോധം. ഇത് വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് എത്തേണ്ടതുണ്ട്. ഇതിനായി ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ പരിശോധിച്ചാൽ പൊതുവെ എല്ലാം തന്നെ ദഹനശേഷി കൂട്ടുന്നതും ദഹനപചന പ്രക്രിയയെ സഹായിക്കുന്നതുമായിരിക്കും. ചുക്ക്, തിപ്പലി, ജീരകം തുടങ്ങിയവ ഇതിന് നല്ല ഉദാഹരണങ്ങളാണ്. നല്ല ശോധനയുണ്ടാക്കുന്നവയും അമിതമായ കൊഴുപ്പില്ലാതാക്കുന്നതുമായിരിക്കണം ഭക്ഷണം. കരിഞ്ജീരകം, കറിവേപ്പ്, ഉലുവ ഇവയാണ് ചില ഉദാഹരണങ്ങൾ. കൂടാതെ രക്തശുദ്ധിയുണ്ടാക്കുന്നവയും ശരീരത്തിന്റെ ജലാംശം ക്രമീകരിക്കുകയുമായിരിക്കും മഞ്ഞൾ, ഉലുവ പോലുള്ള ഔഷധങ്ങൾ ചെയ്തു പോരുന്നത്. പൊതുവെ ശരീരത്തിന്, പ്രത്യേകിച്ച് അസ്ഥികൾക്കും സന്ധികൾക്കും ബലം നൽകുന്ന ഔഷധങ്ങൾ ഇതിലുണ്ടാകും. കുറുന്തോട്ടി, അമുക്കുരം ഇവയാണ് ചില ഉദാഹരണങ്ങൾ. ശരീരത്തിലെ ഏതെങ്കിലും വിധത്തിലുള്ള മാലിന്യങ്ങളെ നിർഹരിക്കുന്ന സ്വഭാവമുള്ള വിഷഹരമായ ഔഷധങ്ങളും ഇതിലുണ്ടാവണം. ദശപുഷ്പം, ത്രിഫലത്തോട് എന്നിവ ഇപ്രകാരം സമീകരിക്കപ്പെട്ട ഔഷധയോഗങ്ങളോടൊപ്പം ഔഷധമായി ഉപയോഗിക്കാവുന്നവയാണ്. ആയുർവേദം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. തദേവയുക്തം ഭൈഷജ്യം യഥാരോഗ്യകൽപ്പതേ. ഒരാളുടെ ആരോഗ്യത്തിനായി എന്തു നിർദ്ദേശിക്കപ്പെടുന്നുവോ അത് ഭക്ഷണമായാലും ജീവിതചര്യയായാലും അതുതന്നെയാണ് ഔഷധം. ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മഴക്കാല ആരോഗ്യവും ആയുർവേദവും പള്ളിച്ചൽ ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. പ്രകാശധാര